പുലിക്കോട്ടുമഠത്തിലെ പരമേശ്വരൻ തന്ത്രിയെ കണ്ട മുഹൂർത്തം കുറിച്ചത്. ഒപ്പം പൊരുത്തം ഒന്ന് നോക്കി. ദാ കുറിപ്പ്. ഏട്ടൻ ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ല. വിശ്വസിക്കണമെന്നില്ല. അവിടം വരെ ചെന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കിച്ചെന്നേ ഉള്ളൂ. മോളെ, ഇതൊരു ശാസ്ത്രമാണല്ലോ. എന്തായാലും നോക്കിച്ചപ്പോഴേ മനസ്സൊന്നുകൂടി നിറഞ്ഞു. 10 8 പൊരുത്തം. ബാക്കി 2 കുഴപ്പമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു. മഹേന്ദ്ര പൊരുത്തത്തിൽ എന്തോ ഒരു നേരിയ വീഴ്ച, അതേ പറഞ്ഞുള്ളൂ. എനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനപ്പൊരുത്തത്തിനപ്പുറം വേറെന്താ? അതേ ഞാനും കണക്കാക്കിയുള്ളൂ. കുട്ടികൾ തമ്മിലുള്ള ഇഷ്ടമല്ലേ പ്രധാനം. അത് പിന്നെ വേണ്ടോളം ഉണ്ടല്ലോ. ഇതുകൂടി ഒന്ന് നോക്ക്. ഇതേ ഞാൻ തീയതി കുറിച്ച് വാങ്ങിച്ച. ഏപ്രിൽ 4 വെള്ളിയാഴ്ചയല്ലേ? അതെ. എന്ന് വെച്ചാ മീനം 21 വെള്ളിയാഴ്ച. അന്ന് തിരുവാതിര നക്ഷത്ര. മഹാദേവന്റെ അനുഗ്രഹമുള്ള ദിവസം. 10 മണിക്ക് മുഹൂർത്തം. 10:30 കഴിഞ്ഞ രാഹുകാല. ഞാനൊരു മുഹൂർത്തം അങ്ങ് കുറിപ്പിച്ചെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ദിവസമല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിനു മുന്നേ നിശ്ചയം നടത്തി ജാതകം കൈമാറണം. അതിനുള്ള തീയതിയും കുറിച്ചിട്ടുണ്ട്. മോളെ, ആ താഴെ നോക്കി. കുംഭം 21 ബുധനാഴ്ച, അതായത് മാർച്ച് മാസം 5-ാം തീയതി രാവിലെ 11 മണിക്ക്. നിശ്ചയം ചെറിയൊരു ചടങ്ങായിട്ട് പഞ്ചരത്നത്തിൽ വെച്ച് തന്നെ മതി. പക്ഷെ കല്യാണം അത് ആർഭാടായിട്ട് തന്നെ വേണം. എന്താ, അങ്ങനെ പോരാ മോളെ? അത് മതി. ഓ, മോതിരം മാറണം. ആയിക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. തൽക്കാലം മാർച്ച് 5-ാം തീയതി മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അന്ന് ജാതകം കൂടെ കഴിഞ്ഞ് കല്യാണ മുഹൂർത്തം വിളക്ക് വെച്ച് പറയാം. അതിനു മുമ്പ് വധൂവരന്മാർ അറിയരുതെന്ന് പറയും. എന്നാ പിന്നെ മോളെ, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, അത് പറ്റില്ല അങ്കിളെ. ഇത്രയും നല്ല കാര്യം പറയാൻ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോയാലോ? മോളെ, ചായ ഒന്നും വേണ്ട. പുറത്ത് എന്റെ ഒരു സുഹൃത്ത് വെയിറ്റ് ചെയ്യാ. വെറുതെ താമസിപ്പിക്കണ്ട. എന്നാ ഒരു സംഭാരമെങ്കിലും ആവാം. തണുത്ത തിരിപ്പുണ്ട്, ഞാനിപ്പോ എടുക്കാം. അങ്കിളെ, എന്റെ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? അവിടെ അച്ഛന് ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ എത്രയായാലും സ്വന്തം മക്കളും കുടുംബം പോലെ വരില്ലല്ലോ. അതിന്റെ ഒരു വിഷമം ഉണ്ടാവും. ഇങ്ങോട്ട് പോന്നപ്പോ ഒന്ന് കൂടെ കൂട്ടായിരുന്നില്ലേ അച്ഛനെ? എനിക്കൊന്ന് കാണായിരുന്നല്ലോ. പുറത്തെന്റെ ഒരു സുഹൃത്ത് കാത്തു നിൽക്കുന്നു പറഞ്ഞത് പിന്നെ ആരാ? എന്താ? അത് തന്നെ. സത്യം? ചെന്ന് നോക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.